നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഏറെ നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഈ വിമാനം അടുത്തയാഴ്ച മടങ്ങാൻ പോവുകയാണ്. പക്ഷെ വിമാനം പോകുന്നതിനേക്കാൾ വലിയൊരു സന്തോഷ വാർത്തയുണ്ട്. ഈ വിമാനം ഇവിടെ പാർക്ക് ചെയ്ത വകയിൽ ലക്ഷങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളം നേടിയെടുക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വിമാനത്താവളത്തിന് കോളടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊരു അപ്രതീക്ഷിത ഭാഗ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിന് ലഭിച്ചത്? ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. F-35 ഇത് വെറുമൊരു യുദ്ധവിമാനമല്ല, ആധുനിക വ്യോമയാന ചരിത്രത്തിലെ ഒരു വിപ്ലവമാണ്. അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനി വികസിപ്പിച്ചെടുത്ത ഈ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സും റോയൽ നേവിയും ഇത് അവരുടെ വ്യോമസേനയുടെ നട്ടെല്ലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ F-35നെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ. F-35ന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സ്റ്റെൽത്ത് ശേഷിയാണ്. റഡാറുകളുടെ കണ്ണിൽ പെടാതെ പറക്കാൻ ഈ സാങ്കേതിക വിദ്യ, വിമാനത്തിന്റെ രൂപകൽപ്പന ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേകതരം കോട്ടിങ്ങുകൾ, ചൂട് പുറത്തു വിടുന്നത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ റഡാറുകൾക്ക് കണ്ടെത്താൻ പ്രയാസമുള്ളതാക്കുന്നു. ഒരു സാധാരണ യുദ്ധവിമാനം റഡാറിൽ ഒരു വലിയ പക്ഷിയായി കാണുമ്പോൾ F-35 ഒരു പ്രാണിയെ പോലെ മാത്രം കാണപ്പെടും, അല്ലെങ്കിൽ തീരെ കാണുകയേയില്ല. ഇത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് അവരുടെ അതിർത്തിയിലേക്ക് കടന്നു കയറാനും കൃത്യമായി ലക്ഷ്യങ്ങൾ ഭേദിക്കാനും F-35നെ സഹായിക്കുന്നു. അടുത്തത് സെൻസർ ഫ്യൂഷൻ ആണ്. അതായത് F-35ന്റെ പൈലറ്റിന് വിമാനത്തിലുള്ള വിവിധ സെൻസറുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരുമിച്ച് ലഭിക്കും. ഇൻഫ്രാറെഡ് സെൻസറുകൾ, റഡാർ, ഇലക്ട്രോ ഓപ്റ്റിക്കൽസ്, ടാർഗറ്റിംഗ് സിസ്റ്റം എന്നിവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് പൈലറ്റിന് 360 ഡിഗ്രി കാഴ്ചയും കൃത്യമായ വിവരങ്ങളും നൽകുന്നു. ഇത് ശത്രുവിനെ വേഗത്തിൽ തിരിച്ചറിയാനും പ്രതികരിക്കാനും സഹായിക്കും. അടുത്തത് അത്യാധുനിക ആവിയോണിക്സ് ആണ്. അങ്ങനെ പറഞ്ഞാൽ F-35ന്റെ കോക്പിറ്റിൽ വലിയ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേകളാണുള്ളത്. പരമ്പരാഗത ഡയലുകളും ബട്ടണുകളും ഇതിലില്ല. ഇത് പൈലറ്റിന് വിവരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും. അടുത്തത് സൂപ്പർ സോണിക് വേഗത. മണിക്കൂറിൽ 1930 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കാൻ സാധിക്കും. മൾട്ടി റോൾ കഴിവാണ് അടുത്തത്. F-35 വിമാനത്തിന്റെ വ്യോമാക്രമണം, ഭൂതല ആക്രമണം, നിരീക്ഷണം തുടങ്ങി വിവിധ ദൗത്യങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ സാധിക്കും. അടുത്തത് ലക്ഷ്യങ്ങൾ കൃത്യമായി ഭേദിക്കാനുള്ള കഴിവ്. ഏറ്റവും നൂതനമായ മിസൈലുകളും ബോംബുകളും ഉപയോഗിച്ച് ലക്ഷ്യങ്ങളെ കൃത്യമായി ഭേദിക്കാൻ ഇതിന് സാധിക്കും. ഇത്രയേറെ സാങ്കേതിക വിദ്യ നിറഞ്ഞതുമായ ഒരു വിമാനമാണ് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയത് എന്നത് ഈ സംഭവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. ഇനി എന്തുകൊണ്ടാണ് ഇത് F-35 കേരളത്തിൽ ഇറക്കി എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ജൂൺ 14-നാണ് ഈ F-35 യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അപ്രതീക്ഷിതമായി ഇറക്കിയത്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചൊരു കാര്യമായിരുന്നില്ല. അറബിക്കടലിൽ സാധാരണയായി നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള നാവിക പരിശീലനങ്ങൾ നടക്കാറുണ്ട്. അത്തരമൊരു പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് പറന്നുയർന്നതായിരുന്നു ഈ വിമാനം. സാധാരണഗതിയിൽ പരിശീലനത്തിന് ശേഷം വിമാനം തിരിച്ച് കപ്പലിലെ വിമാനവാഹിനിയിലേക്ക് തന്നെ ലാൻഡ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ അപ്രതീക്ഷിതമായി പ്രതികൂല കാലാവസ്ഥ രൂപപ്പെട്ടതാണ് വിമാനത്തിന് ഈ റൂട്ടിൽ നിന്ന് മാറി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറങ്ങേണ്ടി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. കനത്ത മഴയും കാറ്റും കാരണം കപ്പലിലേക്ക് തിരികെ പോകുന്നത് സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതിനാൽ സമീപത്തുണ്ടായിരുന്ന ഏറ്റവും സൗകര്യപ്രദമായ വിമാനത്താവളമായി തിരുവനന്തപുരത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതൊരു സാധാരണ നടപടിക്രമം തന്നെയാണ്. സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ വിമാനങ്ങൾ സമീപത്തുള്ള എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്യാറുണ്ട്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. എന്നാൽ ലാൻഡിങ്ങിന് ശേഷം നടന്ന പരിശോധനയിൽ വിമാനത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തുകയായിരുന്നു. ഈ തകരാർ കാരണം വിമാനത്തിന് ഉടൻ തന്നെ തിരിച്ചു പറന്നുയരാൻ സാധിച്ചില്ല. സ്റ്റെൽത്ത് വിമാനങ്ങൾ, പ്രത്യേകിച്ചും F-35 പോലുള്ള സങ്കീർണമായ യന്ത്രങ്ങൾക്ക് വളരെ സൂക്ഷ്മമായ തകരാറുകൾ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വിമാനം പറന്നുയരുന്നതിന് മുമ്പ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണ് അപ്രതീക്ഷിതമായി ഈ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. ഇനി എന്തുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നന്നാക്കാൻ സാധിച്ചില്ല എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, സാങ്കേതിക തകരാർ കണ്ടെത്തിയതോടെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തുടരുകയായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇത് ഇത്രയും ദിവസങ്ങൾ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ, F-35 യുദ്ധവിമാനം ഒരു സാധാരണ വിമാനമല്ല. ഇത് അതിസങ്കീർണമായ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും റഡാർ ഒളിപ്പിക്കാൻ സഹായിക്കുന്ന പ്രത്യേക കോട്ടിങ്ങുകളും അതീവ രഹസ്യ സ്വഭാവമുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർക്ക് മാത്രമേ ഇതിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുള്ളൂ. ഒരു സ്റ്റെൽത്ത് യുദ്ധവിമാനം എന്നത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ആയുധമാണ്. ഇതിന്റെ സാങ്കേതിക വിദ്യ പുറത്തു പോകാതിരിക്കാൻ എല്ലാ രാജ്യങ്ങളും അതീവ ശ്രദ്ധ പുലർത്തും. അതിനാൽ തന്നെ
പുറത്തുള്ള ഒരു രാജ്യത്തിലെ സാങ്കേതിക വിദഗ്ധരെ ഇത് നന്നാക്കാൻ അനുവദിക്കുന്നത് സുരക്ഷാപരമായ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം. വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ ചോർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് അവർ ഭയപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കിയത് അമേരിക്കക്കാരാണ്. അപ്പൊ അമേരിക്ക തീർച്ചയായും ഇതിന് അനുവദിക്കുകയുമില്ല. പിന്നെ F-35 യുദ്ധവിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് നന്നാക്കാൻ പ്രത്യേകതരം ഉപകരണങ്ങളും യഥാർത്ഥ സ്പെയർ പാർട്സുകളും ആവശ്യമാണ്. ഈ ഉപകരണങ്ങളും ഭാഗങ്ങളും എളുപ്പത്തിൽ അങ്ങനെ ലഭിക്കുകയുമില്ല. മാത്രമല്ല അവ അതീവ സുരക്ഷാ സാഹചര്യങ്ങളിൽ മാത്രമേ കൈകാര്യം ചെയ്യാനും സാധിക്കൂ. കൂടാതെ ഈ വിമാനത്തിൽ പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച എഞ്ചിനീയർമാർക്ക് മാത്രമേ സാധിക്കുകയുമുള്ളൂ. അത്തരം വിദഗ്ധർ ബ്രിട്ടനിൽ നിന്ന് തന്നെ എത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ബ്രിട്ടനിൽ നിന്ന് തന്നെ വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തേണ്ടി വന്നത്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ 24 അംഗ വിദഗ്ധ സംഘമാണ് ഇതിനായി തിരുവനന്തപുരത്ത് എത്തിയത്. അതിൽ 14 സാങ്കേതിക വിദഗ്ധരും 10 ക്രൂ അംഗങ്ങളും ഉൾപ്പെടുന്നു. അവർ ആവശ്യമായ ഉപകരണങ്ങളും ഭാഗങ്ങളുമായി എത്തി. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകൾ വന്നത്. ഇതൊരു ചെറിയ ജോലി ആയിരുന്നില്ല. വളരെയധികം ക്ഷമയും കൃത്യതയും ആവശ്യമുള്ള ഒരു പ്രവർത്തനമായിരുന്നു. വിമാനം കുടുങ്ങിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഒരു അപ്രതീക്ഷിത വരുമാനമായിട്ട് മാറി എന്നത് ഈ സംഭവത്തിലെ കൗതുകകരമായ മറ്റൊരു വശമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ വിമാനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് സാധാരണമാണ്. പ്രതിദിനം 26,261 രൂപയാണ് ഈ വിമാനത്തിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഇനത്തിൽ ഈടാക്കിയിരിക്കുന്നത്. F-35 വിമാനം ജൂൺ 14 ഇറങ്ങുകയും ഈ മാസം 22 തിരികെ പോവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കാലയളവ് ഏകദേശം 33 ദിവസത്തോളം വരും. ഈ കണക്കനുസരിച്ച് 33 ദിവസത്തേക്ക് 33 × 26,261 സമം 8,66,613 രൂപയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് പാർക്കിംഗ് ഫീസ് ഇനത്തിൽ ഇത്രയാണ് ലഭിക്കുക. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമ റിപ്പോർട്ടുകളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഒരു യുദ്ധവിമാനം ഇങ്ങനെ കുടുങ്ങിയത് മൂലം ഒരു വിമാനത്താവളത്തിന് ലക്ഷങ്ങൾ വരുമാനം ലഭിക്കുന്നത് അസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. ട്രോളുകളിലും വാർത്തകളിലും ഇടം നേടിയതും മാത്രമല്ല, ബ്രിട്ടീഷ് യുദ്ധവിമാനം കേരളത്തിൽ ഇറങ്ങിയത് മുതൽ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും വലിയ ചർച്ചയുമായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു യുദ്ധവിമാനം, അതും ഒരു വിദേശ രാജ്യത്തിന്റെ ഇങ്ങനെ ഒരു സാധാരണ വിമാനത്താവളത്തിൽ കിടക്കുന്നത് കൗതുകമുണർത്തുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നിരവധി ട്രോളുകൾക്കും മീമുകൾക്കും ഇത് വിഷയമായി. വിമാനത്തെ ഒരു കാറ് പോലെ റോഡരികിൽ പാർക്ക് ചെയ്തു എന്നും ടാക്സി വിളിച്ച് യുദ്ധവിമാനം തിരിച്ചുപോയെന്നും തുടങ്ങി രസകരമായ പല ട്രോളുകളും പ്രചരിച്ചു. കേരള ടൂറിസം, കുടുംബശ്രീ, ഹരിതകർമ്മ സേന തുടങ്ങിയവരുടെ പരസ്യങ്ങളിലും ഈ യുദ്ധവിമാനം ഇടം തേടി. ഇത് കേരളത്തിന്റെ നർമ്മബോധത്തെയും സാഹചര്യങ്ങളെ തമാശയോടെ സമീപിക്കാനുള്ള കഴിവിനെയും ഒക്കെ എടുത്തു കാണിക്കുന്നു. ഒരു ഓൺലൈൻ വ്യാപാര വെബ്സൈറ്റിൽ വിമാനം വിൽപ്പനയ്ക്ക് വെച്ച സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തീർത്തും ഹാസ്യരൂപേണയുള്ള ഈ പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ വലിയ ചിരിക്കാണ് വഴിയൊരുക്കിയത്. ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു സാങ്കേതിക പ്രശ്നം ഒരു വിമാനത്തെ കുടുക്കിയിട്ടെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ വലിയ താല്പര്യവും സംസാര വിഷയവുമാകാൻ കാരണമായി എന്നതാണ്. അപ്പോൾ ഈ മാസം 22-ന് UK-യിലേക്ക് അറ്റകുറ്റപ്പണികളൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഈ മാസം 22-ന് വിമാനം UK-യിലേക്ക് മടങ്ങുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യ വഴിയാകും വിമാനം UK-യിലേക്ക് പറക്കുക. വിമാനം സുരക്ഷിതമായി തിരികെ പോകുന്നത് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിനും ആശ്വാസം നൽകും. ഒപ്പം തിരുവനന്തപുരത്തും വിമാനത്താവളത്തിന്റെ തിരക്കുകളും ഇതോടെ അവസാനിക്കും. അങ്ങനെ ഒരു സാങ്കേതിക തകരാർ കാരണം കേരളത്തിൽ കുടുങ്ങിയ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ സമഗ്രമായ കഥയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ F-35 വിമാനത്തിന്റെ സങ്കീർണത, സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ അത്ഭുതങ്ങൾ, അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, കൂടാതെ ഒരു അപ്രതീക്ഷിത വരുമാന സ്രോതസ്സായി തിരുവനന്തപുരം വിമാനത്താവളം മാറിയതിനെ കുറിച്ചും നമ്മൾ കണ്ടു. ഈ സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രത്യേക അധ്യായമായിട്ട് നിലനിൽക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ F-35 കുറിച്ചും ഈ സംഭവങ്ങളെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.